സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് നന്ദനെതിരെ പടപൊരുത തന്നെ തീരുമാനിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഋഷിയുടെ കാര്യം പറഞ്ഞും തന്റെ ഫയൽ കാണാതായതിന്റെ കാര്യം പറഞ്ഞും ഐസക്കിനെ വിളിക്കുന്നുണ്ട്. അന്വേഷണം ശക്തമാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും താൻ മേലുദ്യോഗസ്ഥരെ കാണുമെന്നും അവിടെ കൈമാറുമെന്നും അതോടുകൂടിയിട്ട് തന്റെ ജോലി തെറിക്കുമെന്നൊക്കെ പറഞ്ഞ് ദേവിക ഐസക്കിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇതാണെങ്കിൽ ഐസക്ക് ഇസബല്ലയോടും നന്ദനോടും കെവിനോടായിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് നന്ദൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ശരിയാകില്ല. ദേവിക രണ്ടും കൽപ്പിച്ചുകൊണ്ടാണെന്നൊക്കെ ഐസക്ക് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, ഞാനും നന്ദനും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് പോകുമെന്ന്. അങ്ങനെ ദേവിയാണെങ്കിൽ നന്ദനെ കാണാതെ പ്രഭയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രഭാവതി പറയുകയാണ്, എനിക്കറിയില്ല നന്ദൻ എങ്ങോട്ടാ പോയതെന്നൊക്കെ. ഇത് കേട്ട് അമ്മയ്ക്കെല്ലാം അറിയാം, അമ്മയാണ് കൂട്ടുപ്രതി. അങ്ങനെ അവിടേക്ക് സിദ്ധാർത്ഥം വരുന്നുണ്ട്. എന്താ മോളെ, എന്ത് പറ്റി, എന്താ ഇവിടെ ഒരു വഴക്ക്? അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഡിവൈഎസ്പിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫയല് കാണാത്തതിന്റെ. പക്ഷേ അപ്പം മുതൽ നന്ദനെ കാണുന്നില്ല, അവൻ മിസ്സിംഗ് ആണ്. ഇത്രയും നേരമായിട്ടും വീട്ടിലേക്കും വന്നിട്ടില്ല. ഒരു ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള കരുതലല്ല എനിക്കിപ്പോ നന്ദനോടുള്ളത്, മറിച്ച് ഒരു കള്ളനോടുള്ള പുച്ഛം മാത്രമാണ്. എനിക്ക് നന്ദനെ എത്രയും പെട്ടെന്ന് കാണണം, അവൻ എവിടെയാണെന്ന് കണ്ടെത്തണം, അതും പെട്ടെന്ന് തന്നെ. ഇതിന് പുറകിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് അച്ഛാന്നൊക്കെ പറയുമ്പോൾ നന്ദൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലേ? ഇല്ല അച്ഛാ, എടുക്കുന്നില്ല. അങ്ങനെ സിദ്ധാർത്ഥനും കള്ളത്തരങ്ങൾ മനസ്സിലാവുകയാണ്. ഈ സമയം ഇസബലയാവട്ടെ നന്ദനുമായിട്ട് ട്രിപ്പ് പോകുന്നതിന്റെ തിരക്കിലാണ്. അവരാണെങ്കിൽ യാത്ര തുടങ്ങി. അങ്ങനെ നന്ദനോട് ഇസബല പറയുന്നുണ്ട്, ടെൻഷൻ ആവല്ലേ നന്ദു, ഒരുപാട് സങ്കടങ്ങൾ നിനക്കുണ്ടെന്ന് എനിക്കറിയാം, അതിനൊക്കെ ഈ ഒരു ട്രിപ്പ് ആശ്വാസമാകും. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. ദേവിക മനസ്സിലാക്കിയില്ലെങ്കിലും നിന്നെ മനസ്സിലാക്കി ഈ ഇസബല്ല എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നന്ദനെ ആശ്വസിപ്പിക്കുകയാണ് ഇസബല്ല. അങ്ങനെ ദേവിയോട് ഒരു വാക്ക് പോലും പറയാതെയാണ് ഞാൻ നിന്നോടൊപ്പം വരുന്നത്, അതിന്റെ എനിക്ക് കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, ഏയ് താൻ പേടിക്കാതെ ഇരിക്കെ, എല്ലാം നിനക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇസബല്ലയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ശാരിക ആവട്ടെ നമ്മുടെ ഗൗരിയെ കാണാനായിട്ട് മുരളിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയാൻ തന്നെ തീരുമാനിക്കുന്നു. ഈ സമയം അവിടേക്ക് ഭാർഗവിയാണ് എത്തുന്നത്. എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആന്റിയുടെ മരുമോളെ ഒന്ന് കാണണം. ആര്? ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി അല്ലേ ആന്റിയുടെ മരുമോൾ? എന്താ നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ഭാർഗവി ചോദിക്കുന്നു. കളിയാക്കിയതല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഒരു കാര്യങ്ങളും പറയണ്ട, നിനക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും നീ നവീനെ ചതിച്ചു. ഇനി എന്റെ മരുമോളെ നീ ഇതിനെ കാണുന്നു, നിനക്കെന്താ അവളുമായിട്ട് സംസാരം? ആന്റി എന്തൊക്കെയാ പറയുന്നത്? ആന്റിക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം അഹങ്കാരം പറയാതെ ഇറങ്ങി പോവാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ ഗൗരി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഗൗരി ചേച്ചിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയാണെങ്കിൽ അങ്ങോട്ട് മാറ്റി കൊണ്ടുപോവുകയാണ്. എന്തായാലും ഭാർഗവിക്കാണെങ്കിൽ ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന പ്രഭാവതി ആവട്ടെ അരുന്ധതിയെ കാണുന്നുണ്ട്. അരുന്ധതിയോട് വീണ്ടും അവർ മാപ്പ് ചോദിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അരുന്ധതി എന്നോട് ക്ഷമിക്കണം, ഋഷിയുടെ കാര്യത്തിന് പിന്നാലെ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധിത്വം ബോധിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ അരുന്ധതിക്കാണെങ്കിൽ എല്ലാം തുറന്നു പറയണമെന്നുണ്ട്. കാരണം തന്നെ പോലെ തന്നെ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി എന്നും അരുന്ധതിക്ക് മനസ്സിലാവുകയാണ്. അപ്പോഴേക്കും അരുന്ധതിക്കാണെങ്കിൽ ചെറിയൊരു ബോധക്ഷയം വരികയാണ്. അവരാണെങ്കിൽ തളർന്നു വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രഭ അരുന്ധതി അരുന്ധതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അരുന്ധതിക്ക് ബോധം തിരിച്ചു കിട്ടുന്നില്ല. പ്രഭയാവട്ടെ അവരെ താങ്ങി പിടിച്ച് കാറിനകത്തേക്ക് കയറ്റിയിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് അരുന്ധതിയുടെ വീട്ടിലേക്കാണ് ആദ്യം കൊണ്ടുവരുന്നത്. അവിടെ ഋഷിയാണെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടെല്ലാം കേട്ട് സുഖമായിട്ട് ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയാണ്. അരുന്ധതിക്കാണെങ്കിൽ ഇതുവരെയും ബോധവും തെളിഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് പ്രഭ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. എന്തായാലും അരുന്ധതിയുടെ വീട്ടിൽ വെച്ച് പ്രഭാവതി സത്യങ്ങൾ അറിയാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇനി വാതിൽ തുറക്കാൻ പോകുന്നത് ഋഷി തന്നെയായിരിക്കും. അതോടുകൂടിയിട്ട് എല്ലാ കള്ളക്കളികളും അവസാനിക്കുകയും ചെയ്യും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.